ഈ കൊടും ചൂട് സമയത്ത് വയറിനും ദഹനത്തിനൊക്കെ പറ്റിയ നല്ലൊരു വിഭവമാണ് തൈര് സാദം. നല്ല ക്രീമി ടേസ്റ്റ് കിട്ടാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാകും. കുട്ടികൾക്കും വലിയവർക്കും ലഞ്ച് ബോക്സിലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. കൂടെ ഇതുപോലെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ക്രീമി ടേസ്റ്റാണ്. എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. സാധാരണ ഇത് പച്ചരിയിൽ ചെയ്തെടുക്കാം, ജീരകസമ്പ അരിയിൽ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ചെറിയ ചോറ് വെക്കുന്ന വെള്ള അരി ഉണ്ടല്ലോ അതിൽ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ബസുമതി റൈസിൽ ചെയ്യുമ്പോഴാണ്. അരി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഇതിന് വേവിച്ച് കിട്ടണമല്ലോ, അതുകൊണ്ട് കുക്കറിൽ വേവിക്കുന്ന അരിക്ക് എളുപ്പം. സാധാരണ 1-1.5 കപ്പ് എന്നുള്ള വെള്ളമാണല്ലോ ഒഴിക്കാറുള്ളത്. അതിലോ 1/2-3/4 കപ്പ് കൂടുതൽ വെള്ളം ഒഴിക്കുക. ഒരല്പം ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കറിൽ നല്ലവണ്ണം വേവിച്ചെടുക്കണം. സാധാരണ അരി വേവുന്നതിലും കൂടുതലായിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 വിസിലടുപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലവണ്ണം സ്റ്റീം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തു. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാം. എന്തായാലും നല്ലവണ്ണം വേവിച്ചെടുക്കണം. റൈസ് അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ തൈര് സാദം ഉണ്ടാക്കാൻ ഒട്ടും കൊള്ളില്ല, കരി ടേസ്റ്റ് ഉണ്ടാകും. കുക്കറിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ ചോറ് വെക്കുന്ന പോലെ വേവിച്ചെടുക്കുക, ഊറ്റിയെടുക്കുക. നല്ലവണ്ണം വെന്തിരിക്കണമെന്ന് മാത്രം. ഇത് പാകത്തിന് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരല്പം ചൂടുണ്ട്, അതായത് വെയിലത്തൊക്കെ വയ്ക്കുമ്പോൾ ഉള്ള ഒരു ചൂടില്ലേ, ആ ചൂടുണ്ട്. ആ ചൂട് നിൽക്കി ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂണ് ബട്ടർ ചേർക്കുക. ബട്ടർ ചേർക്കുമ്പോൾ നല്ല ഒരു ക്രീമി ടേസ്റ്റാണ് ഈ ഒരു തൈര് സാദത്തിന്. ചോറിന് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടർ ഇളക്കുന്ന സമയത്ത് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വെളിയിലിരുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടില്ലെങ്കിൽ പോലും ഇതിനോട് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കോളും ഈ ഇളക്കുമ്പോൾ. ബട്ടർ ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നും തന്നെയില്ല, പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. തൈര് സാദം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ മോഹം ചുളുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കും. അത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ഐറ്റമൊക്കെ ഈ കുക്കറിലെ വെച്ച് മിക്സ് ചെയ്താലും മതി. ഞാൻ നിങ്ങൾക്ക് കാഴ്ച വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഞാൻ ഈ ചോറിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് ഇനി തൈര് ചേർക്കാം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് സാദത്തിന് ഒത്തിരി പുളി നിൽക്കരുത്, മിതമായിട്ടുള്ള പുളിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഞാനിത് കവർ തൈരാണ് ഉപയോഗിച്ചത്. മിതമായിട്ടുള്ള പുളിയേ ഉള്ളൂ. 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് പാലും തൈരൂടെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. സ്പൂണിനേക്കായി എളുപ്പം ഇതുപോലെ ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും, മിക്സാക്കി കിട്ടും. ഇനി പാല് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് പാലോട് ഒഴിക്കുകയാണ്. കുറേശ്ശായിട്ട് ഒഴിക്കുകയാണ്. ഞാനിവിടെ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് പാലും ഞാനിതിൽ മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ അളവ് കൃത്യമല്ല, നമ്മൾ എടുക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് മാറും. നമുക്ക് എത്രയും പുളി വേണോ അതിനനുസരിച്ച് കുറച്ചുകൂടി പുളി വേണമെങ്കിൽ തൈര് കൂടുതൽ ഒഴിക്കാം. കുറച്ചുകൂടി ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പാലോ തൈരോ വെച്ച് ലൂസാക്കി വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മളിപ്പം തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവ് കറക്റ്റായിരിക്കും. കുറച്ച് നേരത്തേന് വെക്കുക, 2-3 മണിക്കൂർ നേരത്തേന് വെക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഈ മിക്സ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ലൂസാക്കി വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരല്പം കട്ടിയാവും ഇത്. അതേപോലെ തന്നെ ലഞ്ച് ബോക്സിന് എടുത്തുകൊണ്ട് പോകുമ്പോഴും കുറച്ച് ലൂസാക്കി തന്നെ എടുത്തുകൊണ്ട് പോകണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പരുവത്തിന് കറക്റ്റ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് താളിപ്പ് ചേർക്കുന്നത് മുഖ്യമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് സ്പെഷ്യലായിട്ട് 1-2 ഐറ്റം കൂടെ കൂടുതൽ ചേർത്ത് ടേസ്റ്റി ആക്കാം. ഇനി താളിപ്പ് കാണാം. ഞാനിവിടെ ബട്ടർ ചേർക്കുന്നതുകൊണ്ട് നെയ്യ് ചേർക്കുന്നില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം തീ നല്ലവണ്ണം കുറയ്ക്കുക. ഇനി ഒരു 1/4 സ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർക്കുക. ഒരല്പം കടലപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. ഇനി ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സാദം കഴിക്കുന്ന സമയത്ത് പച്ചമുളക് കടിക്കും. ഇനി 1 സ്പൂണോളം ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ട്. ഇനി ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കുക. ആ ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങും, അതുവരെ മതി. ഒരു 15-20 സെക്കൻഡ് മതിയാകും. കടുക് താളിക്കാനായിട്ട് ഇത്ര ഐറ്റം ചേർക്കണമെന്നില്ല. മെയിനായിട്ട് ചേർക്കേണ്ടത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്ന് പരിപ്പും ഇഞ്ചി, പച്ചമുളക്, ഇത്രയും. പിന്നെ കായപ്പൊടിയോട് ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് വേണ്ടത്.
ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. കുറച്ച് കിസ്മിസ് ചേർത്താലും നല്ലതാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 കായപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി താളിച്ചത് ചേർക്കാം. മല്ലിയില ഇതിൽ ചേർത്തിരിക്കണേ, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാതളം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാതളത്തിൻ്റെ ആ സ്വീറ്റൊക്കെ കടിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്രയൊന്നുമല്ല, ഇത് കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം ഇനി ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഇനി കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിലോ പുളി വേണമെന്നുണ്ടെങ്കിലോ തൈരോ പാലോ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് ഇളക്കിയെടുക്കാം. ലഞ്ച് ബോക്സിന് വേണ്ടി എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഏറെ പാലൊഴിച്ച് കുറച്ചുകൂടി ലൂസാക്കി മിക്സ് ചെയ്തെടുത്തുകൊണ്ട് പോവുക. പ്രത്യേകിച്ച് ചൂടുള്ള സമയമാണെങ്കിൽ ഉച്ച സമയമാകുമ്പോഴത്തേന് കറക്റ്റ് പുളിപ്പായിരിക്കും. ചൂട് കുറവുള്ള സമയത്താണെങ്കിൽ കുറച്ച് തൈരും ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ലഞ്ച് ബോക്സിൽ എടുത്തുകൊണ്ട് പോയാൽ മതി. ഉച്ച സമയമാകുമ്പോഴത്തേന് കറക്റ്റ് പുളിപ്പായിരിക്കും. ഇനി തൈര് സാധനം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തന്ന് കമൻറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇട്ടാലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.